വരുന്ന നാളുകളിൽ നോമ്പുകാരനായ മദനിയെ വിശുദ്ധ ഖുർആൻ നെഞ്ചോടടുക്കി പിടിച്ച് ഈ ലോകത്തോട് സത്യം ചെയ്ത മതപണ്ഡിതനായ അബ്ദുൽ നാസർ മദനിയെ അനാഥ മക്കളുടെ കണ്ണുനീരിന്റെ ഇടയിലൂടെ അങ്ങ് ബാംഗ്ലൂരിലെ BJP-കാരന്റെ ആലയത്തിലേക്ക് RSS-കാരന്റെ തടവറയിലേക്ക് പിടിച്ചുകൊണ്ടു പോകാൻ ഓശാന പാടിക്കൊടുക്കാൻ മുസ്ലിം ലീഗിന്റെ നാണം കെട്ട നേതാക്കന്മാർ തലയിലേറ്റിക്കൊണ്ട് നടന്ന BJP-യുടെ നേതാവ് സുരേന്ദ്രൻ. ആ സുരേന്ദ്രൻ ഏതാനും ദിവസം കഴിഞ്ഞപ്പോ പറയുന്നു, ലീഗ് നേതാക്കന്മാർ ഹിന്ദു കടകൾ ആക്രമിച്ചു, ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിച്ചു, ഹിന്ദു കടകൾ തെരഞ്ഞു പിടിച്ചാക്രമിച്ചു. ആരാ പ്രതികൾ? ലീഗേ? ഞങ്ങളാണോ? മദനിയ നായികക്ക് 40 വട്ടം മദനിക്ക് നേരെ പച്ച കള്ളം പുലമ്പുന്ന മുസ്ലിം ലീഗ് നേതാക്കന്മാർ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ സൂഫിയ മദനിയെ പോലും വെറുതെ വിടാത്ത ലീഗ് നേതാക്കന്മാർ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയായി പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ശ്രീമതി സൂഫിയ മദനിയെ ഇന്നും എറണാകുളം ജില്ല വിട്ടുപോകാൻ സാധിക്കാതെ കള്ളക്കേസിൽ ചുമത്തപ്പെട്ട് കളമശ്ശേരി കേസിൽ അകപ്പെടുത്തി ജയിലിൽ തള്ളി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യം ആ സൂഫിയ മദനിക്കെതിരെ കേസെടുത്തു എന്ന് മാത്രമല്ല, ലീഗ് നേതാക്കന്മാർ BJP-ക്കാർ പറയുന്നത് പോകട്ടെ, പരിശുദ്ധ ഖുർആൻ പാരായണം നൽകി 17 ക്യാബ്ര ഡാൻസ് കൊണ്ട് അവസാനിപ്പിക്കാറുള്ള ലീഗിന്റെ സമ്മേളനങ്ങളിൽ മദനിയുടെ ഭാര്യയെ പച്ചക്കിട്ട് കൈകാര്യം ചെയ്തു, പർദ്ദയെ അപമാനിച്ചു, ബസിന് തീ കൊടുത്തതിനെ കുറിച്ച് പ്രസംഗിച്ചു. ചില്ലറക്കാരല്ല, ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ. ബഹുമാനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹം ഒരു പത്രത്തിന് അഭിമുഖം കൊടുക്കുമ്പോൾ പറയുന്നു, തീവ്രവാദ പ്രവർത്തനമാണ് മദനിയുടേത്, മഹദനി തീവ്രവാദിയാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് അബ്ദുൽ നാസർ മദനി തീവ്രവാദ പ്രവർത്തനം നടത്തിയതിന്റെ എന്ത് തെളിവാണ്? അങ്ങേക്ക് തങ്ങളുടെ നാവ് വെളിവാക്കി പറയാൻ ഈ കേരളത്തിന്റെ മണ്ണിൽ അങ്ങേക്ക് സാധിക്കുമോ? ഏത് ഭീകരവാദ പ്രവർത്തനമാണ് അബ്ദുൽ നാസർ മദനി കേരളത്തിന്റെ മണ്ണിൽ നടത്തിയത്? മദനിയുടെ ഭാര്യ ബസ്സിന് തീ കൊടുത്തു അത്രേ കളമശ്ശേരി. എന്തിനാ ബസ് കത്തിച്ചത്? മദനിയെ, കോയമ്പത്തൂർ ജയിലിൽ കിടക്കുന്ന മദനിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ. മദനിയുടെ ഭാര്യ ബസ്സിന് തീ കൊടുക്കുക, മദനിയെ കോയമ്പത്തൂരിലെ ജയിലിൽ നിന്ന് മോചിതനാകാൻ, മദനി ജയിലിൽ നിന്ന് പുറത്തു വരാൻ. ഒരു ബസ്സിന് തീ കൊടുത്താൽ മദനി ജയിലിൽ നിന്ന് പുറത്തു വരുമായിരുന്നു എന്ന മൂഢമായ വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നെങ്കിൽ കളമശ്ശേരിയിൽ മദനിയുടെ ഭാര്യയ്ക്ക് പാതിരാത്രി ബസ്സിന് തീ കൊടുക്കാൻ പോകണ്ടല്ലോ. പാതിരാത്രിയിലല്ലേ, പട്ടാപ്പകൽ കേരളത്തിൽ 1000-കണക്കിന് ബസ്സുകൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് കത്തുമായിരുന്നു. അത് കത്തിക്കാൻ പറ്റിയ കുട്ടികൾ ഈ പ്രസ്ഥാനത്തിലുണ്ട്. പക്ഷേ ഞങ്ങൾ ആ പാതയിലൂടെ പോകാത്തത്, ഞങ്ങൾ ആ പാതയിലൂടെ സഞ്ചരിക്കാത്തത്, ഞങ്ങൾ ആ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമല്ല ഞങ്ങൾ കേരളത്തിൽ കാഴ്ചവെച്ചത് എന്നുള്ളത് കൊണ്ടാണ്. അബ്ദുൽ നാസർ മദനി പ്രസ്ഥാനത്തെ പഠിപ്പിച്ചത് ആ പാരമ്പര്യമല്ല എന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത നാണയത്തുട്ടുകൾ ഉപയോഗിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഞങ്ങൾ ഈ രാജ്യത്തിലെ നീതിന്യായ സംവിധാനങ്ങൾ കയറിയിറങ്ങി 9.5 വർഷക്കാലം. രാജ്യത്തിന്റെ സുപ്രീം കോടതി വരെ ഞങ്ങൾ കയറിയിറങ്ങി. ഡിലേഡ് ജസ്റ്റിസ് ഈസ് ഡിനൈഡ് ജസ്റ്റിസ് എന്നാണ് പറയുന്നത്. വൈകിയെത്തുന്ന നീതി നിഷേധിക്കപ്പെട്ട നീതിയാണ്. 9.5 വർഷക്കാലത്തിനു ശേഷം, ഒരു പതിറ്റാണ്ടിന് ശേഷം വൈകി കിട്ടിയ നീതി, അബ്ദുൽ നാസർ മദനിക്ക് കിട്ടിയ നീതി, അത് നിഷേധിക്കപ്പെട്ട നീതിയാണ്. ആ നിഷേധിക്കപ്പെട്ട നീതി ഞങ്ങൾ നിയമ പോരാട്ടത്തിലൂടെയാണ് നേടിയെടുത്തത്. ആ നീതി 9.5 വർഷക്കാലത്തിന് ശേഷം കിട്ടിയത് ബസ്സിന് തീ കൊടുത്തുകൊണ്ടല്ല. ആ ബസ് തീ കൊടുത്ത കേസിൽ പോലും അദ്ദേഹത്തിന്റെ ഭാര്യയെ പോലും പ്രതിയാക്കിയിരിക്കുന്നു. എത്ര വിരോധാഭാസമാണ്, എത്ര അക്രമവാസനയോടുകൂടിയാണ് ഇവർ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവിനെ കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങൾ ഓർക്കണം. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ഇത്തരം കള്ളപ്രചാരണങ്ങൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അബ്ദുൽ നാസർ മദനിയുടെ